ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ്. വെക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ്. നമ്മൾ കൊടൈക്കനാലിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം രാത്രി 12:20 സോ അവിടെ ചെന്നിട്ടുള്ള കണ്ടൻസും കുറേ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടിയിൽ നമുക്ക് അപ്പോഴുള്ള കാഴ്ചകൾ കാണാം. സോ പാതിരാത്രി ആയതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയില്ല. എനിക്കാണെങ്കിൽ 12 മണിക്ക് ശേഷം ഉറക്കം എണീറ്റിരുന്ന ഉറക്കം വരുന്നത്. അതുകൊണ്ട് ഞാൻ വെളിയിൽ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്. സോ നമ്മളപ്പോൾ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങൾക്കൊരു POV ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മണ്ടയിൽ ഗൈസ് അങ്ങോട്ട് അവിടെ ഒരു ടവറുണ്ട്, മൊബൈൽ ടവർ. അതാണ് നമുക്ക് എൻ്റെ റേഞ്ച് തരുന്ന ടവർ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ എന്നിട്ട് ഇവിടെ അങ്ങറ്റത്തോട്ടുണ്ട് ഗൈസ്. ഇവിടെ ബേസിക്കലി എന്തിൻ്റെ ബഹളമുണ്ട്. ഇതിവിടെ ബേസിക്കലി ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട്. എന്തോ ഇതിൻ്റെ കടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. സോ ഗൈസ്, ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. രക്ഷയില്ലാത്ത വ്യൂ ആണ്. കുറച്ച് ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്, വൈകിട്ടായിട്ടുണ്ട്. മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ റിസോർട്ടിൽ നമ്മൾ കണ്ട കാഴ്ച ഈ ചെടി വൈറ്റ് പോളിഷ് അടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മഴ ചെയ്തപ്പോൾ ഈ ചെടിയായിട്ട് പച്ച കളറായിട്ടുണ്ട്. ഇതിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നത്. ഇതും രണ്ട് സെയിമാണ്. എനിക്കത് വളർന്ന് വലുതാകുമ്പോൾ ഇങ്ങനെയാണ്. ഈ ചെടിയുടെ പേരറിയാമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. 17 ഡിഗ്രിയാണ് തണുപ്പ്. അതുകൊണ്ട് തന്നെ നല്ല ഇവിടെ ഈ സെറ്റർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല തണുപ്പുണ്ട്. സോ നിങ്ങൾ ഇവിടെ നിന്നൊരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഹലോ ഗൈസ്, രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് വ്യൂ. എൻ്റെ പിറകി കാണുന്ന ഒരുപാട് റോഡുകൾ വന്ന ഒരു മലനിരകളാണ്. നല്ല തണുപ്പുണ്ട്. 17 ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്നിവിടെ കാലൊക്കെ ഇവിടെ ചവിട്ടാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും അതോടൊപ്പം തന്നെ വെയിലും പറഞ്ഞുണ്ട്. ഇതാണ് ഇവിടുത്തെ മഞ്ഞ്. ആ മരം ഓൾമോസ്റ്റ് മറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ മരങ്ങളുണ്ട്, അതെല്ലാം ഈ മഞ്ഞാണ് മറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു കാള സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ ആൾക്കാർ പോയിട്ട് ഇവിടെ ആൾക്കാർ വലിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കുറച്ച് മുമ്പ് വരെ അവിടെ നല്ല മഞ്ഞാണ്. ഇപ്പം മഞ്ഞെല്ലാം പോയി. ഇപ്പം മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയത് ഗുണ കേവ്സിലാണ്. ഗുണ കേവ്സിൽ ഒരുപാട് മുകളിലോട്ട് നടന്നു പോയതിന് ശേഷമാണ് കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടുകൂടി അവിടെ ഇപ്പം നല്ല തിരക്കുണ്ട്. മുമ്പ് ആരും അവിടെ വരില്ല എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ ഫേമസ് ആയതോടുകൂടി അവിടെ നല്ല തിരക്കുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ ഹൈ ഗൈസ്, നമ്മളൊരു അവസാന സ്ഥലങ്ങളിലൊന്നായ ബ്രയൻറ്റ് പാർക്കിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ വെതറിൽ. എൻ്റെ മുടിയാണെങ്കിൽ വച്ചിട്ട് സെറ്റാകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ബ്രയൻറ്റ് പാർക്കിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. അവിടെ ചെന്നിട്ട് അവിടെ തിരക്കാണ്, വോയിസ് കിട്ടുമെന്നറിയില്ല. ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ബ്രയൻറ്റ് പാർക്ക്. നിന്റെ ഫ്രണ്ട് ഇതൊക്കെ വ്ളോഗിന് വരും. ഇതാണ് ബ്രയൻറ്റ് പാർക്കിൻ്റെ ഉൾവശം. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഹൈസ്കൂളിനുണ്ട് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, അമ്മയും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഡോറ് പോലെ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല വതുവത്ത പച്ചപ്പ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഫുള്ള് ചെടികൾ മാത്രമാണ് ഗൈസ്. ചെറിയ ചെറിയ പൂ. പക്ഷെ എനിക്ക് ചെറിയ ഇഷ്ടപ്പെട്ടു പൂ. ഒരുപാട് നടക്കാനുള്ളതാണ് തോന്നുന്നത്. ഒരുപാട് നടക്കാനുണ്ടെങ്കിൽ ഞാൻ കാണൂല ഗൈസ്. 2 വഴിയുണ്ട്, ഇങ്ങോട്ടും
ഒന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത സംഭവം കെട്ടി. കുറച്ച് വെള്ളമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അവിടെ മറ്റേ ഇന്ത്യയിലെ എന്തോ ഫ്ലാഗ് വരത്തൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഹായ് പറ. ഹലോ ഹലോ മിസ്റ്റർ. ഹായ്. ഇങ്ങോട്ട് ഫീഡ്ബാക്ക് പറ. ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ഇതാണ് ഫ്രണ്ട് ക്യാമിനുള്ള വ്യൂ. അവിടെ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ വന്ന വെള്ളമാണ്. അത്ര വൃത്തിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അത്ര വൃത്തിയുണ്ട്. പിന്നെ ഇതാ ഇവിടെ പൈൻ പോലത്തെ ട്രീ ആണ്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഈ ലൈക്ക് തൊടാൻ നല്ല രസമാണ്. ബേസിക്കലി ഇതൊരു നഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചെടി കാണാം. ഒരു താമര പോലല്ലേ ഗൈസ്, നമ്മുടെ ചിഹ്നം താമര. എന്താ ഈ ചെടികളൊന്നും നമ്മളവിടെ വളരണമെന്നില്ല, തണുപ്പിലേ വളരുള്ളൂ. സക്കുലൻസുകളാണ് കൂടുതലും. ഇതെല്ലാം സക്കുലൻസ് ആണ്. അതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ചെടിയെല്ലാം തണുപ്പ് കാരണം വളർന്ന ചെടികളാണ്. അത് ആരില്ലേ, അതിൻ്റെ പേര് അസാലിയ. ആടാ എൻ്റെ ബൊട്ടാണിക്കൽ നെയിം വായിക്കടാ. എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇവ വായിക്കും. അടിപൊളിയായിട്ടുണ്ട്. ഇത് മോളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഗ്രീൻ ഹൗസ് പോലെ സെറ്റ് ചെയ്ത്. അമ്മ പറഞ്ഞായിരുന്നു മോൺസ്റ്റേറ ഡെലിക്കസിയാണ് ഇത്. മോൺസ്റ്റേറ ഡെലിക്കസിയ. എവിടെ എവിടെ? ഇതിവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സക്കുലന്റ് ആണ്. ഫുള്ള് മറ്റേ ബൊട്ടാനിക്കൽ നെയിമാണ്. ഈ ചെടി അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫുൾ ചെടിയാണ്. ഇത് ഒരുമാതിരി തേങ്ങയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു തേങ്ങയല്ലേ? തേങ്ങയല്ല, അത് വേറെന്തൊരു സാധനമാണ്. ഇതെല്ലാം ഉള്ളതായി വരും. വെള്ളം കണ്ട ഈ വെള്ളത്തിൽ ഈ തെണ്ടിയെ മുക്കിയിടാം. ഇതെല്ലാം കാക്ടസിന്റെ നിറയെ വകഭേദങ്ങൾ കാണാം. കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും കാക്ടസുകൾ നന്നായിട്ട് സർവേ ചെയ്യുന്നുണ്ട്. കാക്ടസിന്റെ വിവിധ വെറൈറ്റീസ് ഉണ്ട്. കാക്ടസിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. മുള്ളുള്ള ഇതാണ് എൻ്റെ ഫേവറേറ്റ്. കുഞ്ഞുണ്ണിന്റെ ഫേവറേറ്റ് അതാണ്. സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് നമ്മളെ വീട്ടിലുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ കാക്ടസിന്റെ ഒക്കെ എത്ര വെറൈറ്റി ആണ്. ഇതുണ്ടാവും ആലോവരികറ്റ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങറ്റ മരമാണ്. ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കണം, കല്ല് പോലെ ഇരിക്കണം എന്നാണ് എന്റെ ഒപ്പീനിയൻ. ഇത് തൊട്ടാ നല്ല പൂവാണ്. നമ്മുടെ വീട്ടിലുണ്ട്. കലാത്തിയ ഇതും കൊള്ളാം. പക്ഷെ ഇവിടെ നല്ല പൂപ്പല പായ രസമാണ്. ഇതും കൊള്ളാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. മുള്ളുള്ള ചെടികളൊക്കെ ബാൽസം ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്.
ബാൾസമൊക്കെ നമ്മുടെ അവിടെ ഉണ്ടടാ. ബാൽസത്തിന്റെ ചെടിയാണ്. ബിഗോ ഇത് ഗായ്സ് ഈ വെള്ളം കണ്ട, ഈ വെള്ളം എൻ്റെ ചേട്ടൻ കുടിക്കുന്ന വെള്ളമാണ്. വയലറ്റ് ചെടി നല്ല ചെടി. പൂ ചില വെറൈറ്റി പോയി ഇലയ്ക്ക് മുള്ളുണ്ടെന്ന് ഗൈസ്. മുള്ളില്ല. ഇതിൻ്റെ അകത്ത് തീർന്നു. അതിൻ്റെ അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നുള്ള ഭയങ്കര വെയിലാണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നെ നമ്മൾ എത്ര നേരത്തെ ട്രിപ്പ് ഒന്ന് റേറ്റ് പറയട്ടെ. ഇത് നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിക്കും നാട്ടിലോട്ട് തിരുവനന്തപുരത്ത്. ഇതിൻ്റെ ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ. ഇന്നലത്തെ ദിവസം കൂടെ ഇല്ലേ, 5-ന് ഒരു 3 സ്റ്റാർ കൊടുക്കും. എന്താ 5-ന് ഒരു 3.5 സ്റ്റാർ കൊടുക്കും. അതെന്ത് ബാക്കി സ്റ്റാറുകൾ കുറഞ്ഞത്? കാരണം എനിക്ക് ഒരുപാട് വെയിലാണ്. പിന്നെ വെയിലല്ല, ഇവിടെ ഒരുപാട് തണുപ്പാണ്. എനിക്ക് ഒരുപാട് കാലൊക്കെ തണുപ്പടിക്കും. എനിക്ക് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ രാവിലെ എണീക്കുന്നതാണ് സീൻ. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. ഞാൻ 3 സ്റ്റാർ. ഇനിയുണ്ട്. ഇനി നമ്മൾ നടന്നു പോകാനാണ്. ഇനിയും മഞ്ഞച്ചെടി ഇവിടെ എവിടെ ബാക്കി വരുന്നുണ്ട്. ഇവിടെ നല്ല വൈബാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫുള്ള് ചെടിയാണ് കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇത് നമ്മൾ തൊടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ചുവന്ന പൂ ഐസ് ഹൈഡ്രാഞ്ചി പെറ്റർനോളസ് ഹൈഡ്രാഞ്ചി തന്നെ അതുണ്ട്. എനിക്ക് ആ ചെടി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കളർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ ചെടി ഇഷ്ടമല്ല. വെള്ളപ്പൂ ലില്ലി ഇവിടെ നാറടിയൊക്കെ ആരും എടുത്തിട്ടിട്ടുണ്ട്. ഇവിടെ കോപ്പിറൈറ്റ് ഇട്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നടക്കുന്നുണ്ട്. അടിപൊളി. ഓ ഗൈസ് അടുത്ത കോപ്പിറൈറ്റ്. Don't pluck the flowers. Oi, look here. How are you? Fine. எப்படி இருக்கு? Fine. Blue hydrangea guys. Blue hydrangea guys. നല്ല ഭംഗിയാണല്ലേ. ഒന്നേ നീയാണോ എല്ലാവരും ബാഗ് ചുമക്കണം? നീയാണോ എല്ലാവരും ബാഗ് ചുമക്കണം? ഇങ്ങോട്ട് അടിപൊളി. രാറ്റം കാണണം. എൻ്റെ കൈ പിടി. പാട്ടിന് കോപ്പറേറ്റ് ഇട്ടെന്ന് അറിഞ്ഞൂടാ കളിയാ. അറിഞ്ഞൂടാ കൊച്ചളയാ. ഇത് റേഡിയാണെന്നാണ്. അവളെ അച്ഛൻ അവളെ അമ്മ എല്ലാം നടന്നു വരാണ്. അച്ഛൻ പിന്നെ അമ്മ റേഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് എത്ര എനിക്ക് തോന്നുന്നത് കൊടൈക്കനാൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ വ്ളോഗ് എടുത്ത ബ്രൈഡ് പാർക്കിനാണ്. പറത്തമുണ്ട്. മോളിൽ പോയി അവിടെ ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോവുകയാണ് ഗൈസ്. പൈപ്പ് പോയിക്കോളണേ. താഴെ പൈപ്പുണ്ട്. ഒരു മിനിറ്റ് അമ്മക്ക് ഗൈസ് നമ്മൾ അവിടെ ഒരു അനിയൻ ചട്ടം വ്ളോഗ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ വ്ളോഗിൽ തന്നെ പറഞ്ഞത്. സൂപ്പർ വേൽസിൻ്റെ അടുത്ത് ഹായ് പറ. ഹായ് ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ. പടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് വൈബ്രേഷൻ, വേറെ ഒന്നും വൈബ്രേഷൻ. ഗൈസ് ഇവിടെയൊക്കെ നോക്കൂ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ നല്ല സ്പോട്ട് ഗൈസ്, അവിടെ നല്ല സ്പോട്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഫാൻസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ക്ഷീണിച്ച് ഇവിടെ ഇങ്ങനെ ഡിസൈനിൽ ചെടി വെച്ചിങ്ങനെ അങ്ങോട്ട് വരെ പോവുക. അതാണ് ഞാൻ പോകുന്നത് ഗൈസ്. ഓടിക്കാറ് അവരൊക്കെ അങ്ങ് എത്തി. അടിപൊളി വൈബ് സ്ഥലമാണ് ഗൈസ്. തണുപ്പുണ്ട്, അറ്റ സൈം തണുപ്പുണ്ട്, അറ്റ സൈം വെയിലും ഉണ്ട് ഗൈസ്. അവിടെ എല്ലാവരും നടന്നു പോകുന്നു. ഇവിടെ രാവിലത്തെ തണുപ്പാണ്, ഭയങ്കര തണുപ്പ് ഗൈസ്. ഇവിടെ വലിയ തണുപ്പൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഇത്തിരി വെയിലും ഉണ്ട്, ശകലം തണുപ്പ്. അത്രയ്ക്കും തണുപ്പൊന്നും. ഇവിടെ കിടക്കാച്ചി മരമുണ്ട് ഗൈസ്. ഈ മരം കണ്ടോ ഗൈസ്, ഏറ്റവും വലിയ മരമാണോ ഇവിടുത്തെ. പിന്നെ ഇവിടെ ഒരു കിടക്കാച്ചി മരമുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കുറച്ച് പൂവുകളൊക്കെ ഉണ്ട്. അത് ബ്ലൂ ഹെഡ് റേഞ്ച് അല്ലേ, വൈറ്റ് ഹെഡ് റേഞ്ച്. നല്ല ചെടിയുണ്ട്, ചെടികളെ കാറ്റുണ്ട് ഗൈസ്. അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ട്, ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ കൂടെ ചവിട്ടി കയറാം, പക്ഷെ ഞാൻ ചവിട്ടി കയറുന്നില്ല. ഗൈസ് അതിൻ്റെ അപ്പുറത്ത് പൈനുണ്ട്, മുകളിൽ പൈനുണ്ട്. പുക ആരത്തിയിട്ട് കത്തിയ ഇത്തിരി വെയിലുണ്ട്, തണുപ്പുണ്ട്. ഇതാണ് വ്യൂ. മോളത്ത് ബ്രോ നല്ല കിടിലൻ വൈബ് സ്ഥലം തന്നെയാണ്. പൂവൊക്കെ ഉണ്ട്, പൂവൊക്കെ ഉണ്ട് ഇവിടെ പൂവുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഗൈസിന് കാണിച്ചു ലാസ്റ്റിൽ കിടിലൻ പൂവാണ്, ബ്ലൂ കളർ പൂ. ഇതിങ്ങനെയൊക്കെ പിടിക്കാൻ ലാസ്റ്റിന് ഒരു കാര്യം. അടിപൊളി അടിപൊളിയായിട്ടുള്ള പൂവുണ്ട്. പിന്നെ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ചു ഗൈസ്. അത്രയ്ക്ക് കയറാണ്. ഇനി മുകളിലോട്ട് പോയാൽ ഫുള്ള് ഇതേപോലെ ചെടികൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല ഗൈസ്. ഇത്രയൊക്കെ കണ്ടു തന്നെ. ഇവിടെ പിന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. പിന്നെ നേരത്തെ കാണിച്ചെടുത്ത വെള്ളമുണ്ട് ഇവിടെ. ഹായ് പറ. നമ്മളിപ്പോ കൊടൈക്കനാൽ മ്യൂസിയത്തിലാണ് അതിന്റെ കോളേജ് മ്യൂസിയം, അതിന്റെ അകത്തുള്ള അതിന്റെ മ്യൂസിയം, അതിന്റെ ഗേറ്റിന്റെ അകത്താണ്. അതായത് ഒരുപാട് നടക്കാറുണ്ട്. ഇക്കാലിപ്റ്റസിന്റെ നല്ല മണം. മണ്ടേ കാണുന്ന എല്ലാം ഇക്കാലിപ്റ്റസ് ആണ്. നല്ല കിടില മണം, അടിപൊളിയായിട്ടാണ്. എന്തായാലും മ്യൂസിയത്തിന്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം ഗൈസ്. തൊള്ളാന്ന് വെച്ചാൽ കോയിൻസിന്റെ കാഴ്ച കാണിച്ചത്. പഴയ കോയിൻസ് കോടികൾ തിരക്കാണ് ഗൈസ്. അങ്ങനത്തെ വരെ തിരക്കാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. പാകിസ്ഥാൻ, ഈജിപ്റ്റ്, ഇന്ത്യ, ഡച്ച്, ഈസ്റ്റ് ആഫ്രിക്ക, സാധനമുണ്ട് ഗൈസ്. ഇവിടെ റിയൽ ഫോർട്ട്, ബേർഡ്സിന്റെ അനിമൽസിന്റെ കണ്ണ് മാത്രമേ ആർട്ടിഫിഷ്യൽ ഉള്ളൂ, ബാക്കിയെല്ലാം ഒറിജിനൽ ആണ്. ഭയങ്കര തിരക്കാണ് ഗൈസ്. സൗണ്ട് കിട്ടുമോ ക്രാബ് വിത്ത് ക്രോസ്. ശരിക്കുള്ള രണ്ടാണെന്നാണ് അത് പറഞ്ഞത്. ശരിക്കുള്ള ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോൺസ്, ഷെൽസ് ഉണ്ട് ഗൈസ്. പല ഇതെന്ന് വെച്ചാൽ ഈ കിളികളെല്ലാം ഒറിജിനലാണ് ഗൈസ്. ഇതിൻ്റെ കണ്ണുകൾ മാത്രമേ ഫേക്ക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഒറിജിനൽ സംഭവമാണ്.
പിന്നെ ഇതൊക്കെ 2 ചിരട്ട, പൈൻകോണിൻ്റെ സീഡ്, ഇത് മങ്കി പസിലട്രി, എൻ്റെ പേര് അങ്ങനെ അതിൽ ഡിഫറെൻറ്റ് ഹ്യൂമൻ ഫേസസ് ഉണ്ട്. അടിപൊളിയായിരുന്നു. ഇതെല്ലാം വൈൽഡ് ബഫല്ലോ തലയും ഫസ്റ്റ് ഓരോത്തിന് ഒപ്പിട്ട് ചെയ്യണം. ഇതാണ് ശരിക്കും മൂന്ന് ഇവിടെ ഇത്രയൊക്കെയാണുള്ളത്. ഇനിയും കൂടുതൽ നോയ്സ് പറഞ്ഞുണ്ട്, അതുകൊണ്ട് ഞാൻ ബാക്കി കാണിക്കുന്നത് ഇത്രയൊക്കെയാണ്. മ്യൂസിയം നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിലുള്ള പോലെ തന്നെയാണ് ഉള്ളത്. സോ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ കൊടൈക്കനാൽ ബ്ലോഗ്. നമ്മളിനി ഇവിടെ നിൽക്കില്ല, പെട്ടെന്ന് തെറിക്കും. സോ വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.